ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ബാക്കി പാർട്ട് കാണാം. അപ്പോൾ ഞാൻ ലൈനിങ് തുണി നല്ല തുണിയുടെ മേളിൽ വെച്ച് കഴുത്തൊഴിച്ച് ബാക്കി എല്ലാ ഭാഗവും ഷേപ്പിന് വെട്ടിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു പിന്ന് വെച്ച് സെക്യൂർ ചെയ്തതിന് ശേഷം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അണ്ടർലൈൻ ഇട്ടതുപോലെ ഞാൻ ആം ഹോളും കൂടെ ചേർത്ത് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ സ്ലീവ്ലെസ് ചെയ്യുമ്പോഴത്തേക്ക് ആം ഹോൾ വൃത്തികേടാവാതിരിക്കുക, അവിടെയും കൂടെ ലൈനിങ് വന്ന് മറിച്ചിടുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ലൈനിങ് ഇട്ടതുപോലെ ഒന്ന് തച്ചതിന് ശേഷം ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്ത് നമുക്ക് മറിച്ചെടുത്ത് പതിച്ചടിച്ചെടുക്കാം. അപ്പോൾ ഓടിച്ചെന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബാക്കി വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒറ്റ ശ്വാസത്തിൽ പറയുന്നത് കൊണ്ട് തന്നെ എല്ലാം മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ഇതേ കാണുന്നത് പോലെ ആം ഹോളിന്, അതായത് നമ്മുടെ സ്ലീവ്സിന് എത്ര വീതി വേണം അല്ലെങ്കിൽ സ്ലീവ്സിന് എത്ര അളവിന് നമ്മൾ തുണി എടുക്കണമെന്ന് അറിയാൻ വേണ്ടി ഇതേപോലെ അളന്നതിന് ശേഷം എനിക്ക് 12 കിട്ടിയത്. അപ്പോൾ ഞാൻ 12ൻ്റെ കൂടെ 12 കൂടെ ചേർത്ത് 24, ഒരു തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 25 ഞാൻ നീളത്തിന് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം വീതി ഒരു 4.5 ഇതേപോലെ അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു 4.5 വീതിയിൽ ഒരു 25 നീളത്തിന് ഞാൻ തുണി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ സ്ലീവിൻ്റെ പരിപാടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ അളവിന് 2 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 2 പീസിന് ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ ചുരുക്കിട്ട് കൊടുക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനെ തയ്ക്കാൻ അറിഞ്ഞുണ്ടെങ്കിൽ ആദ്യം തന്നെ നീളത്തിന് 2ആയിട്ട് മടക്കി നീളത്തിന് ഒരു അടി കൊടുത്തതിന് ശേഷം പിന്നെ ചുരുക്കിടാൻ ശ്രമിക്കുക. ഞാൻ മടക്കി വെച്ച് ഡയറക്റ്റായിട്ട് തന്നെ അങ്ങ് ചുരുക്കിട്ട് ഇതേപോലെ നമുക്ക് സ്ലീവ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൽ വെച്ച് ഇതേപോലെ ഒന്ന് അടിച്ചതിന് ശേഷം, അതായത് നല്ല വശം ചേർത്തൊന്ന് അടിച്ചതിന് ശേഷം തിരിച്ചിട്ടൊന്ന് പുറത്തൂടെ ഒരു പതിച്ചടിയും കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് സ്ലീവ്സ് റെഡിയായി. ഇനി നമുക്ക് എവിടെയാണ് ഹുക്ക് വയ്ക്കാനുള്ളത്, നല്ല 2 സൈഡ് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി വൃത്തിയുള്ള ഭാഗം നോക്കി ഫ്രണ്ട് സൈഡ് എടുത്തതിന് ശേഷം ബാക്ക് സൈഡിൽ നമ്മൾ ഹുക്ക് വയ്ക്കാനുള്ള കട്ട് 2ആയിട്ട് മടക്കിയിട്ട് ഒരു കട്ട് കൊടുത്തതിന് ശേഷം പട്ടയായിയൊക്കെ വയ്ക്കുന്ന രീതിയൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് ഓൾറെഡി ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് ഇതേപോലെ നല്ല ക്യൂട്ടായിട്ട് കിട്ടും. വാചകടിയുടെയും തയ്യലിൻ്റെ ഇടയിൽ നമ്മുടെ ബ്ലൗസിൻ്റെയും ലൈനിങ്ങിൻ്റെയും തുമ്പ് ഒന്ന് മടക്കി അടിക്കാൻ മറക്കണ്ട. എൻ്റെത് ഓൾറെഡി സ്റ്റിച്ച്ഡ് ആയതുകൊണ്ട് ഞാനത് ചെയ്തില്ലെന്നുള്ളൂ. നിങ്ങളത് മടക്കി അടിക്കണം. അവളത് സാഷ്ടാംഗം നമസ്കരിക്കുന്നു, താഴെ കിടന്ന് ഫോട്ടോയ്ക്ക് വേണ്ടി ഉരുണ്ട് കളിക്കുന്നു. എന്നാൽ പിന്നെ അത്രയുള്ള ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.